കാലത്തിന്റെ പുണ്യസ്മരണകൾ ഉണർത്തി സ്വിറ്റ്സർലാൻഡിലെ ബുച്ച് സീറോ മലബാർ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുരിശിന്റെ വഴി വിശ്വാസികളുടെ മഹാസംഗമമായി മാറി. സുറിച്ച്, ആറാവ് തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവാസി മലയാളികളാണ് ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കാൻ ഈ ആത്മീയ യാത്രയിൽ അണിനിരുന്നത്. ജേക്കബ് ചാണിക്കുഴി അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശുശ്രൂഷകൾ നടന്നത്. കുരിശ് എന്നത് കേവലം ദുഃഖത്തിന്റെ പര്യായമല്ല എന്നും അത് പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും അടയാളമാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് പിടിക്കുമ്പോൾ അവ ആശ്വാസത്തിന്റെ പുതിയ വഴികൾ തുറക്കുമെന്ന അച്ഛന്റെ വാക്കുകൾ വിശ്വാസികൾക്ക് വലിയ ആത്മബലമാണ് നൽകിയത്. മുതിർന്നവരും യുവജനങ്ങളും കുട്ടികളുമടക്കം കുടുംബസമേതം വിശ്വാസികൾ ഒഴുകിയെത്തിയത് ചടങ്ങുകൾക്ക് പ്രത്യേക ചൈതന്യം പകർന്നു. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളും വിശ്വാസികൾക്ക് ആത്മപരിശോധനയുടെയും ധ്യാനത്തിന്റെയും വേദിയായി മാറി. പ്രവാസി ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ദൈവസന്നിധിയിൽ തങ്ങളുടെ വിശ്വാസം പുതുക്കാനുള്ള വിലപ്പെട്ട അവസരമായി ഈ സംഗമം മാറി. ഭക്തി നിർഭരമായ കുരിശിന്റെ വഴിക്ക് ശേഷം വിശ്വാസികൾ ഒത്തുചേർന്ന് നടത്തിയ നേർച്ചക്കൂട്ടായ്മ പ്രവാസി മണ്ണിലെ സാഹോദര്യത്തിന്റെ മനോഹരമായ കാഴ്ചയായി. തിരക്കുകൾക്കിടയിലും തങ്ങളുടെ ഐക്യവും സ്നേഹവും പുതുക്കാനുള്ള വേദിയായി ഈ ഒത്തുചേരൽ മാറി. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നേർച്ച ഭക്ഷണം കഴിച്ചും സ്നേഹവിശേഷങ്ങൾ പങ്കുവച്ചും ഈ ആത്മീയ സംഗമത്തിന്റെ ഹൃദ്യമായ സമാപനം കുറിച്ചു. ബുച്ച് സമൂഹത്തിന്റെ സ്നേഹവും ഒരുമയും വിളിച്ചോതുന്നതായിരുന്നു ഈ സ്നേഹക്കൂട്ടായ്മ. വേദനകളെ പ്രത്യാശയിലേക്ക് മാറ്റുന്ന ദൈവിക യാത്രയായി മാറിയ കുരിശിന്റെ വഴി സ്വിസ് മലയാളി ക്രൈസ്തവ ചരിത്രത്തിലെ മനോഹരമായ ഒരു ആത്മീയ ഏടായി രേഖപ്പെടുത്തപ്പെട്ടു.